ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. BA സോഷ്യോളജി സോഷ്യൽ ആന്ത്രോപോളജിയിലെ ഒന്നാമത്തെ മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും തമ്മിലൊരു ബന്ധവും വ്യത്യാസങ്ങളും സോഷ്യൽ ആന്ത്രോപോളജിയുടെ നേച്ചർ ആൻഡ് സ്കോപ്പ് എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. പഠന വിഷയം, പഠന രീതി എന്നിവയിൽ സാമ്യങ്ങളുണ്ട്. നമുക്കറിയാം, സോഷ്യോളജിയിലും അതുപോലെ സോഷ്യൽ ആന്ത്രോപോളജിയിലും മനുഷ്യരെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മനുഷ്യ സമൂഹങ്ങളെ കുറിച്ചിട്ടുമുള്ള കാര്യങ്ങളെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് രണ്ടും തമ്മിൽ സാമ്യമുള്ളതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ പഠന രീതി അല്ലെങ്കിൽ മെത്തഡോളജിയിൽ നമുക്കറിയാം, സോഷ്യോളജിയുടെ റിസർച്ച് മെത്തേഡിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒബ്സർവേഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇന്റർവ്യൂവിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒബ്സർവേഷനും അതുപോലെ ഇന്റർവ്യൂവും ഒക്കെ തന്നെയാണ് നമുക്ക് സോഷ്യൽ ആന്ത്രോപോളജിയിലും മെത്തഡോളജി അല്ലെങ്കിൽ പഠന രീതിയായിട്ട് വരുന്നത്. അപ്പോൾ ഈ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിലും പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന രീതിയിലും സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും തമ്മിൽ സിമിലാരിറ്റി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത പഠനശാഖകളാണ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കാണണം. ആദ്യകാലത്ത് ആന്ത്രോപോളജി പ്രാകൃത സമൂഹങ്ങളെ കുറിച്ചുള്ള പഠനവും സോഷ്യോളജി പരിഷ്കൃത സമൂഹത്തെ കുറിച്ചുള്ള പഠനവും എന്ന് വിലയിരുത്തിയിരുന്നു. അപ്പൊ തുടക്കത്തിൽ ഈ സോഷ്യോളജിസ്റ്റുകൾ കരുതിയിരുന്നത് സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത് പ്രാകൃത സമൂഹങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ന രീതിയിലാണ്. അതായത് യൂറോപ്പിലാണ് ഈ ഒരു പഠന ശാഖ രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ യൂറോപ്പിലെ വ്യവസായവൽകൃത സമൂഹത്തിന് പുറമെയുള്ള സമൂഹങ്ങൾ, അതായത് ഗോത്ര വിഭാഗങ്ങളോ അല്ലെങ്കിൽ വിദൂര ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകളോ അങ്ങനെയൊക്കെയുള്ള അപരിഷ്കൃതർ എന്ന് കണക്കാക്കിയിരുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള അത്തരം സമൂഹങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് സോഷ്യൽ ആന്ത്രോപോളജിയിൽ വരുന്നത് എന്നാണ് ആദ്യത്തെ ധാരണയുണ്ടായിരുന്നത്. സോഷ്യോളജിയിലാണെങ്കിൽ ഈ പരിഷ്കൃത സമൂഹത്തെ കുറിച്ചിട്ട്, ആധുനിക സമൂഹത്തെ കുറിച്ചിട്ടുള്ള പഠനം എന്ന രീതിയിലാണ് കരുതിയിരുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു വ്യത്യാസം ഇന്ന് അംഗീകരിക്കപ്പെടുന്നില്ല. കാരണം നമുക്കറിയാം, സോഷ്യോളജിയിൽ നമ്മൾ വിദൂര ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ചെറിയ സമൂഹങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സോഷ്യൽ ആന്ത്രോപോളജിയിൽ അതുപോലെ ആധുനിക സമൂഹത്തെ കുറിച്ചിട്ടും സംസ്കാരത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠന വിധേയമാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യത്യാസമാണ് ആദ്യകാലത്ത് കണക്കാക്കിയിരുന്നെങ്കിലും ഇന്ന് നമ്മൾ പൊതുവിൽ അങ്ങനെ ഒരു വ്യത്യാസം അംഗീകരിക്കുന്നില്ല. ഇനി സോഷ്യൽ ആന്ത്രോപോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം, സോഷ്യൽ ആന്ത്രോപോളജി ഒരു സൂക്ഷ്മ പഠനം അല്ലെങ്കിൽ ഒരു മൈക്രോ സ്റ്റഡി എന്ന രീതിയിലാണ് കണക്കാക്കുന്നത്. അതായത് വ്യക്തികളെ കുറിച്ചിട്ട്, കുടുംബങ്ങളെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ചെറിയ സമൂഹങ്ങളെ കുറിച്ചിട്ട്, അതായത് ഒരു ഗോത്ര വിഭാഗമോ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രാമമോ അങ്ങനെയൊക്കെയുള്ള ചെറിയ സമൂഹങ്ങളെ കുറിച്ചിട്ടും കുടുംബങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു മൈക്രോ ലെവൽ സ്റ്റഡി അല്ലെങ്കിൽ ഒരു സൂക്ഷ്മ പഠനം എന്നുള്ള രീതിയിലാണ് ആന്ത്രോപോളജിയിൽ വരുന്നത്. ഈ സോഷ്യോളജിയിലാണെങ്കിൽ നമുക്കറിയാം, സ്ഥൂല പഠനം അല്ലെങ്കിൽ ഒരു മാക്രോ ലെവൽ സ്റ്റഡിയാണ് വരുന്നത്. സമൂഹത്തെ പൊതുവിൽ അല്ലെങ്കിൽ വലിയ സമൂഹങ്ങളെ കുറിച്ചിട്ട്, ഒരു രാജ്യത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പൊതുവിൽ സമൂഹത്തിനകത്ത് ഉള്ള രീതികളെ കുറിച്ചിട്ടോ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ സോഷ്യോളജിക്കകത്ത് പൊതുവിൽ പഠിക്കുന്നത്. അതുകൊണ്ട് ഒരു മാക്രോ ലെവൽ സ്റ്റഡി എന്നുള്ള രീതിയിലാണ് പൊതുവിൽ നമ്മൾ സോഷ്യോളജിയെ കണക്കാക്കുന്നത്. പിന്നെ വരുന്നത് ആന്ത്രോപോളജി. നമുക്കറിയാം, അതിനകത്ത് ഭൗതികമായിട്ടുള്ള തെളിവുകൾ പരിഗണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആർക്കിയോളജിയിലൊക്കെ ഈ പുരാവസ്തുക്കളെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ പാർട്ടിനകത്ത് ഈ നന്നങ്ങാടികൾ എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പിരമിഡുകൾ, അങ്ങനെയൊക്കെയുള്ള ആർക്കിയോളജിക്കലായിട്ട് വരുന്ന കാര്യങ്ങളും മറ്റ് ഭൗതികമായിട്ടുള്ള തെളിവുകളൊക്കെ ഈ സോഷ്യൽ ആന്ത്രോപോളജിയുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോഷ്യോളജിയിൽ നമുക്കറിയാം, പ്രധാനമായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമുക്ക് വരുന്നത്. സ്ഥിതി വിവര കണക്കുകൾ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ സോഷ്യോളജിക്കകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്ന വ്യത്യാസം സാമ്പിൾ സൈസിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യൽ ആന്ത്രോപോളജി ഒരു മൈക്രോ ലെവൽ സ്റ്റഡിയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുറച്ച് ആളുകൾ അല്ലെങ്കിൽ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ചെറിയ പ്രദേശം അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ചെറിയ സാമ്പിൾ സൈസ് ആണ് സോഷ്യൽ ആന്ത്രോപോളജിയിൽ പഠന വിധേയമാക്കി വരുന്നത്. ഇനി സോഷ്യോളജി നമ്മൾ പറഞ്ഞു സമൂഹത്തിന്റെ പൊതുവിലുള്ള പഠനം എന്നുള്ള രീതിയിൽ വലിയ സാമ്പിൾ സൈസ് ആണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ സംസ്കാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനാണ് സോഷ്യൽ ആന്ത്രോപോളജിയിൽ പ്രാധാന്യം. പ്രധാനമായിട്ടുള്ള വ്യത്യാസം വരുന്നതാണ്.
സംസ്കാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക, സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെ, അതുപോലെ തന്നെ സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ത്, അത്തരം കാര്യങ്ങൾക്കാണ് സോഷ്യൽ ആന്ത്രോപോളജിയിൽ പ്രാധാന്യം കൊടുക്കുന്നത്. സോഷ്യോളജി നമുക്കറിയാം സമൂഹത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. സമൂഹത്തിലെ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ, സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയും, അത്തരം കാര്യങ്ങളിലാണ് സോഷ്യോളജിയിൽ ഫോക്കസ് വരുന്നത് എന്നുള്ളതാണ് ഇവ രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളായിട്ട് നമുക്ക് പറയാവുന്നത്. ഇനി ഈ സെക്ഷനിൽ വരുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ ആന്ത്രോപോളജിയാണ്. അതിൽ ആദ്യം വരുന്നത് സോഷ്യൽ ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ സാമൂഹിക സ്ഥാപനങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ്. നമുക്കറിയാം കുടുംബമാണ് പ്രധാനമായിട്ട് വരുന്ന സാമൂഹിക സ്ഥാപനം. അത് പല രീതിയിൽ ഉണ്ടായിരിക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മക്കത്തായം, മരുമക്കത്തായം എന്നൊക്കെയുള്ള പല രീതിയിലുള്ള സിസ്റ്റങ്ങളെ കുറിച്ചിട്ട്. അത്തരത്തിൽ ഏത് രീതിയിലുള്ള കുടുംബ സംവിധാനമാണ്, ബന്ധുത്വമാണ് നിലനിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പഠനം. അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസ്കാരങ്ങൾ. പിന്നെ വരുന്നത് ഈ സാമൂഹിക സ്ഥാപനങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം. അപ്പൊ കുടുംബത്തിന് പുറമേയുള്ള സാമൂഹിക സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ പരിചിതമായിട്ടുള്ളതാണ് ചിലപ്പോൾ ഈ ഗോത്രവർഗ്ഗങ്ങളിലൊക്കെ ഒരുപക്ഷെ ഈ ഗ്രാമത്തലവൻ അല്ലെങ്കിൽ മൂപ്പൻ എന്നൊക്കെയുള്ള ഒരു സംവിധാനങ്ങൾ ഉണ്ടായിരിക്കാം. അത് നമ്മൾ പരിചിതമായിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയായിരിക്കാം. അങ്ങനെ ഓരോ സമൂഹത്തിനും പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അത്തരം സാമൂഹിക സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് പഠന വിധേയമാക്കുക. പിന്നെ വരുന്നത് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ, ഭാഷയും സംസ്കാരവും. നമുക്കറിയാം ഓരോ സമൂഹത്തിനും വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങളാണുള്ളത്, അതിനെക്കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ ഭാഷയിൽ നിന്ന് നമുക്ക് അവരുടെ ഒരു സംസ്കാരത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഭാഷയുടെ സംസ്കാരവുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ഉള്ള പഠനം. പിന്നെ വരുന്നത് ഗ്ലോബലൈസേഷൻ, അതായത് ഈ ആഗോളവൽക്കരണം അല്ലെങ്കിൽ ആധുനികവൽക്കരണം ഈ സംസ്കാരങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ സമൂഹങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. നമുക്കറിയാം ഇന്ന് പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടിട്ടും ഒരു സമൂഹത്തിന് അതിജീവിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത്. ഈ പുറം ലോകവുമായിട്ടുള്ളൊരു ബന്ധം, അതുപോലെ തന്നെ ആധുനികതയും അതുപോലെ തന്നെ ആഗോള സംവിധാനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ ഈ സമൂഹത്തിനകത്തും സംസ്കാരത്തിനകത്തും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും. നമുക്കറിയാം കേരളത്തിൽ ഉൾപ്പെടെ ഈ പല യൂറോപ്യൻ സംസ്കാരങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാടിനെ സ്വാധീനിക്കുന്നത് നമുക്കറിയാം. അത്തരത്തിൽ ഈ സമൂഹങ്ങൾക്ക് ഈ ആധുനികവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ട് അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ സോഷ്യൽ ആന്ത്രോപോളജിയുടെ ഈ ഒരു സ്റ്റഡിയുടെ നേച്ചർ ആൻഡ് സ്കോപ്പിൽ പറയാവുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.